ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അഭിമാനം കൊള്ളുന്ന കേരളത്തെ 100% സാക്ഷരതയുണ്ട് എന്ന് പറഞ്ഞ് ഉറ്റം കൊള്ളുന്ന കേരളത്തെ, അല്ലെങ്കിൽ മതേതര നാട് എന്ന് വലിയ വായിൽ വീമ്പിളക്കുന്ന കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിയ, അത് ദേശീയ തലത്തിലായിക്കോട്ടെ അന്താരാഷ്ട്ര തലത്തിലായിക്കോട്ടെ, അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിയ ഒരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പാലക്കാടുള്ള തൃത്താലയിൽ അരങ്ങേറിയത്. തൃത്താല ഫെസ്റ്റുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ഒരു ദേശോത്സവവുമായി ബന്ധപ്പെട്ട് കൊടും ഭീകരരെ ആരാധനാമൂർത്തികളെ പോലെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ച. വളരെയധികം ഞെട്ടലോടുകൂടി തന്നെയാണ് മതേതര മനസ്സുള്ള, കുറച്ചെങ്കിലും ബോധമുള്ള പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗം ഈ ഒരു സംഭവത്തെ നോക്കിക്കണ്ടത്. എന്ത് ചെയ്തോ വികാരമാണ് ഈ ഭീകരന്മാരെ ആരാധനാ മൂർത്തികളെ പോലെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഈ വ്യക്തികളെ നയിച്ചത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊടും ഭീകരത അവർ പ്രവർത്തിച്ചത്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? മാത്രമല്ല, ഈ ഒരു പ്രവൃത്തി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ. നമ്മുടെ മതേതര കേരളത്തിന്റെ അവദാനങ്ങളെ ദേശീയ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയ ചില ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. വീണ്ടും വീണ്ടും ഈ ഗാസയ്ക്ക് ശേഷം ഈ ഹമാസിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സ്ഥലമാണ് കേരളം എന്ന് വീണ്ടും വീണ്ടും കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം, ഈ ഒരു ചർച്ച സംഘടിപ്പിക്കാനുള്ള പശ്ചാത്തലം നമുക്കറിയാം. തൃത്താലയിൽ നടന്ന ദേശോത്സവം അല്ലെങ്കിൽ തൃത്താല ഫെസ്റ്റ്, അതിനോട് അനുബന്ധിച്ച് ചിലർ കാട്ടിക്കൂട്ടിയ ചില വൃത്തികേടുകൾ, അത് തൃത്താലയിലെ ഉറൂസുമായി ബന്ധപ്പെട്ടാണ് നടന്നതെന്ന് ഒരു വാദമുണ്ട്. അതല്ല, അതൊരു ദേശോത്സവമാണ്, ആ നാടിൻ്റെ ഉത്സവമാണ്, ഒരു ഫെസ്റ്റാണ് എന്ന ഒരു വാദവുമുണ്ട്. എന്തൊക്കെ തന്നെയായാലും അവിടെ അവർ കാണിച്ച ഒരു വൃത്തികേട് എന്ന് പറയുന്നത്, ഈ നെറ്റിപ്പട്ടം ഏറ്റിയ ആനയുടെ പുറത്ത് കൊടും ഭീകരർ, അത് ഇസ്മായിൽ ഹനിയുണ്ട്, യഹിയ സിൻവാറുണ്ട്, ഹസൻ നസ്രുള്ളയുണ്ട്. ഇവരുടെ പശ്ചാത്തലം നമുക്കറിയാവുന്നതുപോലെ വീണ്ടും വീണ്ടും പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കൊടും ഭീകരരാണ്, മനുഷ്യ പിശാചുക്കളാണ്, നമുക്ക് മനുഷ്യർ എന്ന് വിളിക്കാൻ പോലുള്ള യോഗ്യത അവർക്കില്ല. ഒക്ടോബർ 7-ാം തീയതി അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ പിച്ചു ചീന്തുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, അങ്ങനെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന കൊടും ഭീകരർ. ഇവരെയാണ് ഈ നെറ്റിപ്പട്ടം കൊടുത്ത ആനയുടെ പുറത്ത് ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി വലിയ ആരാധനാ മൂർത്തികളായിട്ട് ഇവർ ആ നഗരത്തിലൂടെ, ആ തെരുവിലൂടെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയത്. ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് നാം ചിന്തിക്കുമ്പോൾ, ഈ പൂരങ്ങളുടെയൊക്കെ ഒരു നാടാണ് കേരളം, ഉത്സവങ്ങളുടെ നാടാണ്, പെരുന്നാളുകളുടെ നാടാണ്. ഈ പെരുന്നാളുകളിലും അല്ലെങ്കിൽ ഈ ഉത്സവങ്ങളിലൊക്കെ നമ്മൾ ഈ നെറ്റിപ്പട്ടമേറ്റിയ ആനയെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഈ ആനയുടെ പുറത്ത് തിടമ്പേറ്റുക എന്നൊരു ആചാരം കേരളത്തിലെ ആരാധനാലയങ്ങളിൽ എങ്ങും നമുക്ക് കാണാൻ സാധിക്കും. ഈ ആനയുടെ പുറത്ത് തിടമ്പേറ്റുന്നത് ആരെയാണ്? ആരാധനാ മൂർത്തികളെയാണ്. അപ്പോൾ കൃത്യമായും വ്യക്തമാണ്, ഭീകരരെ ആരാധനാ മൂർത്തികളായി കാണുന്ന ഒരു തലമുറ, ഒരു സമൂഹം, ഒരു വിഭാഗം ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ ഭീകരരെ ഉയർത്തിക്കാട്ടിയ വ്യക്തികളുടെ ഒരു പ്രായമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്നത്. യുവ തലമുറയാണ്, യങ് ജനറേഷനാണ് ഈ ഭീകരരുടെ ഒരു ആരാധനാ മൂർത്തികളായിട്ട് മാറുന്നത്. മറ്റൊരു ആസ്പെക്റ്റ് നമ്മൾ ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ, ഈ ഗാസയിൽ ഇവർ ചെയ്ത ഭീകര പ്രവർത്തനങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ്, കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെയാണ് പാക് അധീന കാശ്മീരിൽ ഈ ഹമാസ് ഭീകരർ വന്ന് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്ന് അവിടെ വലിയൊരു സമ്മേളനം നടത്തി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ചില സ്ഥിതിവിശേഷം. അപ്പോൾ നമ്മൾ അതൊന്ന് കോറിലേറ്റ് ചെയ്ത് വായിച്ചു നോക്കുമ്പോൾ, ആ തൃത്താലയിൽ അവർ ആനപ്പുറത്ത് ഏറ്റിയത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ കോപ്പുകൂട്ടുന്ന കൊടും ഭീകരരെ തന്നെയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരും നാളുകളിൽ ഒരുപക്ഷെ അജ്മൽ കസബിനെ നമുക്ക് ആനപ്പുറത്ത് നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അഫ്സൽ ഗുരുവിനെ നമുക്ക് ആനപ്പുറത്ത് വേണമെങ്കിൽ കാണേണ്ടി വന്നേക്കാം, ദാവൂദ് ഇബ്രാഹിമിനെ കാണേണ്ടി വന്നേക്കാം, അനവധി പേരെ ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം. ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ കേരളത്തെ നയിക്കുന്നവർ തന്നെ ഹമാസിന് വാഴ്ത്തുപാട്ട് പാടുവാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളിലെ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം ഇത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു അത്ഭുതപ്പെടാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് പോകുമ്പോൾ റോബിൻ, ഇതൊരു അവസാനത്തെ അല്ലെങ്കിൽ സംഭവമായി നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഒക്ടോബർ 7-ന് ശേഷം ഒരു മാലപ്പടക്കം പോലെ ഈ ഹമാസിനുള്ള വാഴ്ത്തുപാട്ടുകൾ പല കോണുകളിൽ നിന്നും പല രീതിയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് നേതാവ് തന്നെ ഓൺലൈനായിട്ട് വന്ന് മലപ്പുറത്ത് പ്രസംഗിക്കുന്ന അവസ്ഥ യൂണിവേഴ്സിറ്റികളിൽ നാം കണ്ടു. അപ്പോൾ പലപ്പോഴും നമ്മളെ പോലുള്ള മീഡിയാസ് അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ അപഗ്രന്ഥിക്കുന്ന വ്യക്തിത്വങ്ങൾ
സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ പറയുന്നവരൊക്കെ ഈ അവിടെ നടക്കുന്ന ഭീകരതയെക്കുറിച്ച് കൃത്യമായും വളരെ വ്യക്തമായും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇതുവരെ ഇവരുടെ തലയ്ക്കകത്തതൊന്നും കയറുന്നില്ല. എന്താണ് ഇവരെ അന്തമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഹമാസ് എന്ന് പറയുന്നത് ഒരു വെറും തീവ്രവാദ സംഘടന, ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ ഒരു വെറും തീവ്രവാദ സംഘടനയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഹമാസിന്റെ അടിസ്ഥാനപരമായ ആ ഐഡിയോളജിയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഐഡിയോളജി എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും, എത്ര ക്രൂരമായ ആക്രമണം ലോകത്തിൽ തീവ്രവാദ സംഘടനകൾ നടത്തിയോ ആ ക്രൂരമായ ആക്രമണങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ള അതേ ഐഡിയോളജിയാണ് ഹമാസ് പിന്തുടരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹമാസിനെ തീവ്രവാദ സംഘടന എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തിയ സ്വാതന്ത്ര്യ പോരാളികളായതുകൊണ്ടല്ല അവരെ നമ്മൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത്, തീവ്രവാദ സംഘടന എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യൂറോപ്പിനെ എടുത്തു നോക്കുക. യൂറോപ്പ് ആദ്യം കുടിയേറ്റക്കാര് യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങൾ അവരെ ഏറ്റവും സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുകയും അതിനുശേഷം അവരെ ക്രിസ്ത്യാനിറ്റിക്കും അപ്പുറത്ത് സമാധാനമുള്ള ആളുകൾ, സ്നേഹമുള്ള ആളുകൾ എന്നെല്ലാം ഉള്ള രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യൂറോപ്പിന്. അവിടെ നിന്ന് ഓരോ തീവ്രവാദി ആക്രമണങ്ങളുടെയും അടിസ്ഥാനത്തിൽ യൂറോപ്പ് പഠിച്ച കാര്യം, ഈ തീവ്രവാദി ആക്രമണങ്ങളെല്ലാം സംഭവിക്കുന്നത് ഒരു പ്രത്യേക സിറിയയിൽ നിന്ന് വന്ന ആളുകൾ, അതുപോലെ ലെബനോനിൽ നിന്ന് വന്ന ആളുകൾ, അതുപോലെ ആഫ്രിക്കയിലെ പ്രത്യേക ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ചെയ്യുന്ന അവരുടെ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രവൃത്തിയുടെ ഭാഗമല്ല എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആഗോളമായിട്ടുള്ള തീവ്രവാദികളുടെ ഒരു സ്വഭാവം, ഒരു ഐഡിയോളജി അവരെ ഉള്ളിൽ പേറുന്നത് കൊണ്ട് തന്നെയാണ് ഈ തീവ്രവാദി ആക്രമണങ്ങൾ ഇതുപോലെ ക്രൂരമായി രാജ്യങ്ങളിൽ അഴിച്ചുവിടുന്നത് എന്ന് അവർക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാർ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ കടന്നു വരികയും അവർ കൃത്യമായിട്ട് ഇസ്ലാമൈസേഷൻ യൂറോപ്പിൽ നിന്ന് ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ഈ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ സിംബലുകളെയും യൂറോപ്പിൽ നിന്ന് ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ഇനി അങ്ങനെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ തീവ്രമായിട്ടുള്ള ഒരു ആശയത്തിലേക്ക് യൂറോപ്പ് എത്തിച്ചേർന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, യൂറോപ്പിന് മനസ്സിലായി ഇവര് എന്തെങ്കിലും ചെറിയ കൂട്ടമായി വന്ന് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഓരോരുത്തരുടെ ഫ്രസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതല്ല, ഇത് കൃത്യമായ ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണെന്ന് യൂറോപ്പിന് മനസ്സിലായി. ഈ യൂറോപ്പിന് മനസ്സിലായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം അടക്കമുള്ള ഒരുപാട് പുരോഗമന ആശയങ്ങളുടെ ഫിലോസഫികൾ ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യത്തിലെ ജനങ്ങളാണ്, ആ രാജ്യങ്ങളാണ് ഈ തീവ്രവാദത്തിന്റെ അടിസ്ഥാനം ഈ ഐഡിയോളജിയാണ് എന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് ആളുകളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലായപ്പോഴാണ് ഈ തീവ്രവാദത്തിനടക്കം ഫണ്ട് ചെയ്തിരുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ന് അവിടുത്തെ തീവ്രവാദം ആശയങ്ങൾ പേറുന്ന ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ഈ ഗാസയിലെ ജനങ്ങളെ പോലും അവരുടെ രാജ്യങ്ങളിലേക്ക് എടുക്കാൻ മടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുള്ളത്. കാരണം അവർക്കും കൃത്യമായി അറിയാം ഈ ഐഡിയോളജി ഇനിയും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ തങ്ങളെ യൂറോപ്പ് അടക്കമുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാവും, തങ്ങൾ വീണ്ടും പഴയ കാട്ടറബി സംസ്കാരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അവരും ഇന്ന് തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഗാസയിൽ ഈ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അവർക്ക് കൃത്യമായിട്ടറിയാം ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുന്നത് ചരിത്രമാണ്. ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് ചരിത്രമാണ്. 1200 പേരെ വെറുതെ അങ്ങ് കൊന്നേച്ചിട്ട് ഇറങ്ങി വന്നേച്ചിട്ട് ഇത് ഞങ്ങൾ പോരാളികളാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ അടങ്ങിയിരിക്കുമെന്നും ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ മിണ്ടാതിരിക്കുമെന്നും ഇവരോട് ആരാണ് പറഞ്ഞത്? ഇവർക്ക് കൃത്യമായിട്ടറിയാം ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത്. ഇസ്രായേൽ അതുപോലെ തന്നെയാണ് ഇവരെ പ്രതികരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ പ്രതികരിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ കൃത്യമായിട്ട് ആശുപത്രികളുടെ അടികളിലും സ്കൂളുകളുടെ അടിയിലും വീടുകളിലും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലും പോയി ഇരുന്നേച്ചിട്ട് അവരുടെ മുകളിൽ ഇസ്രായേൽ ബോംബിടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വെറുതെ സാധാരണക്കാർ മരിക്കുന്നു എന്ന് പറഞ്ഞ് അവരവിടെ ബഹളമുണ്ടാക്കി. പക്ഷേ പിന്നീട് ബന്ദികളെ കൈമാറുന്ന ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലായി അവിടുത്തെ പല ആളുകളടക്കം ഇവരോട് അനുഭാവമുള്ളവരാണ്. ഹമാസിന്റെ എന്ന് വെച്ചാൽ ഹമാസിനോട് അനുഭാവം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഹമാസ് ക്രൂരമായി കൊന്നുകളഞ്ഞ 1200ഓളം ആളുകളെ ആ കൊല്ലപ്പെട്ടതിനെ ന്യായീകരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. കൊല്ലപ്പെട്ടവരെ കൃത്യമായി അവർ ന്യായീകരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഇനി മറ്റൊരു കാര്യം എടുക്കാം. ഈ 1200 പേരെ ഹമാസ് ഇസ്രായേലിൽ കയറി കൊന്നത്, പാകിസ്ഥാനിൽ നിന്നും ആളുകൾ കയറി ഇവിടെ ഒരു 1200 പേരെ കൊന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ സംഭവിക്കുക? തീർത്ത് കളയും, അത്രേ ഉള്ളൂ. പാകിസ്ഥാനെ തീർത്ത് കളയും. 1200 പേരെ ഇവിടെ കയറി കൊന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഗാസയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇതേ ഗാസയിലെ തീവ്രവാദികൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ
പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ വന്നേച്ചിട്ട് അവിടുത്തെ തീവ്രവാദികളുമായി പ്ലാൻ ചെയ്യും. നമുക്കറിയാം ഈ തീവ്രവാദി ആക്രമണങ്ങൾ കൊണ്ട് എത്രയോ മുസ്ലിങ്ങൾ അടക്കമുള്ള എത്രയോ നിരപരാധികളായ മനുഷ്യരാണ്, ആയിരക്കണക്കിന് പേരാണ് കാശ്മീരിൽ മരിച്ചു വീണത്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ മരിച്ചു വീണത്. ഇതൊന്നും ഇവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ല. അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഗാസയിലെ ഈ തീവ്രവാദികളെ ഇവിടെ തിടംപേറ്റുന്നത് പോലെ ആനയുടെ പുറത്ത് ആരെയാണ് സാധാരണ ഇവിടെ എഴുന്നള്ളിക്കുന്നത്? മൂർത്തികളെയാണ് എഴുന്നള്ളിക്കുന്നത്. ആ മൂർത്തികളാണോ ഈ ഹമാസിലെ ഇവിടെ ഇതുപോലെ ക്രൂരമായിട്ട് ആളുകളെ കൊന്നുകളഞ്ഞ ആളുകൾ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ മൂർത്തികളുടെ എത്രത്തോളം ഈ ആനയുടെ പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന മൂർത്തികളെ എത്രത്തോളം അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതുപോലെ തീവ്രവാദികളെ ആനയുടെ പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സമൂഹം പലപ്പോഴും ചർച്ച ചെയ്യുന്നില്ല. കാരണം പരമ്പരാഗതമായി മൂർത്തികളെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ആനയുടെ പുറത്ത് കുറച്ച് തീവ്രവാദികളെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുക. ആരാണ് ഇവരോട് ഇത്ര സെക്കുലർ ആണ് കേരളം എന്ന് പറഞ്ഞു കൊടുത്തത്? ആരാണ് ഇവരോട് ഇത്ര മതങ്ങളെ അപമാനിക്കാൻ ഇവർക്ക് ഇതുപോലെ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇവരോട് പറഞ്ഞു കൊടുത്തത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇനി മറ്റൊരു കാര്യം, ഇവിടെ വാര്യൻ കുന്നനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു, ഇവിടെ ടിപ്പു സുൽത്താനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു. വാര്യൻ കുന്നൻ അപ്പൊ കൊന്നുകളഞ്ഞ ആളുകൾ ആരായിരുന്നു? വാര്യൻ കുന്നൻ ഖിലാഫത്തുണ്ടാക്കുന്നതിന്റെ പേരിൽ ഈ നാട്ടിൽ കൊന്നുകളഞ്ഞ ആളുകൾ ആരായിരുന്നു? വാര്യൻ കുന്നൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് നമ്മളുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാര്യൻ കുന്നൻ കൊന്നുകളഞ്ഞ ആളുകൾ ഈ കേരളത്തിലുള്ള മനുഷ്യരായിരുന്നില്ല അവരും. വാര്യൻ കുന്നൻ കൊന്നുകളഞ്ഞ ആളുകൾ ആരായിരുന്നു? ടിപ്പു സുൽത്താൻ വലിയ ആളാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് പറയുന്നു. ടിപ്പു സുൽത്താൻ മതത്തിന്റെ പേരിൽ ഇവിടെ കൊന്നുകളഞ്ഞ ആളുകളും ടിപ്പു സുൽത്താൻ മതത്തിന്റെ പേരിൽ ക്രൂരമായി മതം മാറ്റിയ ആളുകളും ആരായിരുന്നു? അപ്പോൾ ഇത് ടിപ്പു സുൽത്താനെയും വാര്യൻ കുന്നനെയും പോലെയുള്ള അന്ന് കാണിച്ച അതേ തീവ്രവാദം തന്നെയാണ് ഹമാസിന്റെ. അതാ ഞാൻ പറഞ്ഞ ആഗോള ഐഡിയോളജിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ടിപ്പു സുൽത്താൻ ഈ വാര്യൻ കുന്നനും ഒക്കെ കാണിച്ച അതേ തീവ്രവാദത്തിന്റെ അതേ സാധനം തന്നെയാണ്, ഐഡിയോളജി തന്നെയാണ് ഹമാസിന്റെ കയ്യിലും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഐഡിയോളജികളാണ് ഈ തീവ്രവാദികളെ നയിക്കുന്നത്. അപ്പോൾ ആനയുടെ പുറത്ത് ഒരു ചെറിയ പ്രദേശത്ത് ഒരു യഹ്യാ സിൻവാറിനെയോ അല്ലെങ്കിൽ ഈ തീവ്രവാദി ഏതെങ്കിലും ഒരാളെ പൊക്കിക്കൊണ്ട് നടന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കാരണം കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണ് എന്ന് പലപ്പോഴും പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ കൈവെട്ടുന്ന സാഹചര്യം ഉണ്ടായി, ഇവിടെ അവലും മലരും കുന്തിരിക്കത്തിന്റെ സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരുപാട് തീവ്രവാദത്തിന്റെ ഒരു ശ്രേണി തന്നെ കേരളത്തിലുണ്ടായ ഒരു പ്രദേശത്ത് ഇത് കൊണ്ടു നടന്നു ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് കൃത്യമായി ഈ ആഗോള തീവ്രവാദത്തിന്റെ ക്യാൻസർ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഓരോ സിംറ്റങ്ങൾ പുറത്തു വരുന്നതിന്റെ കാര്യമാണത്. എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ ക്യാൻസറിന്റെ ഒരു സിംറ്റം ആണ് കാണിച്ചേക്കുന്നത്. അത് വെറുതെ നിഷ്കളങ്കമായി കാണിച്ചേക്കുന്നതല്ല, കൃത്യമായ ഐഡിയോളജിയോടുകൂടി കേരളത്തിൽ ഞങ്ങൾ ഇത്രവുമായി, അപ്പോൾ ഞങ്ങളുടെ തീവ്രവാദവും ഇവിടെ ഇങ്ങനെയൊക്കെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കണം, അത് എല്ലാവരും അംഗീകരിച്ചോണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയോളജിയുടെ, ആഗോള തീവ്രവാദത്തിൻ്റെ ആ ഐഡിയോളജി കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വിതറുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. ഇത് നിഷ്കളങ്കമല്ല, ഇത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഓക്കെ, അത് കറക്റ്റാണ്. മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പുരാതന കാലഘട്ടത്തിലൊക്കെ ഈ രാജാക്കന്മാരെയാണ് ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ രാജാവ് എന്ന് പറയുന്നത് യഹിയ സിൻവാറാണ്, ഇസ്മായിൽ ഹനിയാണ്, ഹസൻ നസ്രുള്ളയാണ്. അപ്പോൾ റോബിൻ പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഒരു പക്ഷേ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരു ഹർത്താലിൻ്റെ പേരിൽ ഒരു 2-3 ഹർത്താൽ നമുക്ക് കിട്ടിയേനെ. ഈ യഹിയ സിൻവാറിനെ കൊന്നതിൻ്റെ പേരിൽ ഒരു ഹർത്താൽ, ഇസ്മായിൽ ഹനീനെ കൊന്നതിൻ്റെ പേരിൽ ഒരു ഹർത്താൽ, ഹസൻ നസ്രുള്ളയെ കൊന്നതിൻ്റെ പേരിൽ ഒരു ഹർത്താൽ സ്വാഭാവികമായിട്ടും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്തരത്തിലായിരുന്നു പോക്ക്. ഒപ്പം തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. ആ നിരോധനത്തിൻ്റെ ഫലമായി അണികളിലൊക്കെ ഉണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ, അതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഹമാസിനെ വാഴ്ത്തിപ്പാടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭീകരരെ വാഴ്ത്തിപ്പാടുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ, അവരുടെ ഒരു ഫ്രസ്ട്രേഷൻസ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളിലൂടെയാണ് പുറത്തു വരുന്നതെന്ന് നമുക്ക് പറയാതെ വയ്യ. മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അരുൺ, നമുക്കറിയാം ഈ ഹമാസ് ചെയ്ത ഭീകര പ്രവർത്തികൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഇതര മതവിഭാഗങ്ങൾ കൂടിയുണ്ട്. ഈ ഒക്ടോബർ 7 ആ ഒരു സംഭവത്തിന് ശേഷം നമ്മൾ ഇവരുടെ ഒരു അജണ്ട കൃത്യമായിട്ട് നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്യുന്നു, ഇതര മതവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതര മതവിഭാഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി തങ്ങളുടെ ഒരു ശരീഅത്ത് നിയമത്തിൻ്റെ കീഴിൽ ലോകത്തെ കൊണ്ടുവരും എന്ന് വീമ്പിളക്കിയവരെയാണ് ഇവർ രാജാക്കന്മാരായിട്ട് കൊണ്ട് നടക്കുന്നത് ആനപ്പുറത്ത്. അപ്പോൾ ഒരു അക്ഷരാർത്ഥത്തിൽ മറ്റ് മതവിഭാഗങ്ങളെ അവഹേളിക്കുന്ന, ഒരു അപമാനിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയല്ലേ പാലക്കാട് അരങ്ങേറിയത്? ജോർജ്, ഈ പാലക്കാട് തീർത്ഥാലയിൽ നടന്ന സംഭവത്തെ നാഷണൽ മീഡിയകൾ നല്ല രീതിയിൽ തന്നെ അത് കവർ ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ മീഡിയകൾ ആ വാർത്ത കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. സ്ഥിരമായിട്ടുള്ള അവരുടെ ഒരു നിലപാടും അങ്ങനെ തന്നെയാണ്.
ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇവിടെ ചില മീഡിയകളിൽ അത് ചർച്ച വന്നു. ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്നവർ പറഞ്ഞ വാക്കുകൾ നമ്മൾ പലതവണ കേട്ടുപോയ വാക്കുകൾ തന്നെയാണ്. അതായത് ഇത് ഏതോ കുറച്ച് കുട്ടികൾ ചെയ്തൊരു പരിപാടിയാണ്, 18-19 വയസ്സുള്ള കുട്ടികൾ ചെയ്തതാണ്, ഞങ്ങൾക്ക് ആർക്കും അതുമായിട്ട് ബന്ധമില്ല, അത് പ്രായമുള്ളവരൊന്നല്ല, പിള്ളേർക്ക് അവരുടെ ആ പ്രായത്തിൻ്റെ വാസന അനുസരിച്ചിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതായിരുന്നു ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മീഡിയകളിൽ കേട്ടത്. ഈ വാക്കുകൾ ഇതിനു മുമ്പ് ക്രിസ്ത്യാനികൾ പലതവണ കേട്ടതാ. നിസ്കാര വിവാദങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തുണ്ടായപ്പോഴും ഇത് തന്നെയാണ് കേട്ടത്. പൂഞ്ഞാറിലെ ആറ്റുകാലച്ചനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും അന്നും ഈ +2 പിള്ളേരെ കുറിച്ച് കേട്ടതും ഇങ്ങനെ തന്നെയാണ്. അതും കുട്ടികളാണ്, അവരുടെ പിള്ളേരുകളിയാണ് ഇതൊക്കെ എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ പ്രചരണങ്ങൾ. ഇതേപോലെ തന്നെയായിരുന്നു PFIയുടെ റോബിൻ സൂചിപ്പിച്ചതുപോലെ അവലും മലരും കുന്തിരിക്കമായിട്ട് ഒരു കുട്ടി വന്നപ്പോഴും അതിനെയും ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചത്. കൊച്ചു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇത്രയും സീരിയസ് ആയിട്ട് നിങ്ങളൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നു. അതിനുശേഷം മാസങ്ങൾ കഴിയേണ്ടി വന്നില്ല, PFI നിരോധിക്കപ്പെട്ടു. PFI നിരോധിക്കപ്പെട്ടപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റി അവരുടെ 2047 അവരുടെ അജണ്ടകൾ എന്തായിരുന്നു. ഈ ഭാരതത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ ജനത്തിന് ബോധ്യം വന്നു, കുട്ടികളല്ല, റോബിൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഐഡിയോളജിയാണ് ഇവിടെ മുഴുവൻ കളിക്കുന്നത് എന്നുള്ളത്. അതായത് തീവ്രവാദത്തിന്റെ ഐഡിയോളജി ഈ നാട്ടിൽ വ്യാപിച്ചു കഴിഞ്ഞു. ജോർജ് പറഞ്ഞു മതേതര കേരളം എന്ന് പേര് കേട്ട ഒരു സംസ്ഥാനത്ത് എന്ന് പറഞ്ഞു. ഇത് ഏത് മതേതര കേരളം? ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു പേരാണ്. ഇത് തീവ്രവാദികളുടെ ഹബ്ബ് ആണെന്ന് കൃത്യമായിട്ട് ഇന്റർനാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളടക്കം UN ഭാഗത്തുനിന്ന് പോലെയുള്ള റിപ്പോർട്ടുകളിൽ ആ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോഴിത് പഴയ കേരളമല്ല. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഈ കുട്ടികൾ എന്ന് പറയുന്ന ഈ കുട്ടികളിൽ ഈ വീരാരാധന അല്ലെങ്കിൽ ഈ താരാരാധന എങ്ങനെ വരുന്നു, എങ്ങനെ രൂപപ്പെടുന്നു, അതിനെ നമ്മൾ പരിശോധിക്കണം. പലരും ആ കുട്ടികളുടെ പ്രവർത്തികളെ ഈ സിനിമാക്കാരെയൊക്കെ ആരാധിക്കുന്നുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ആരാധനയായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് സിനിമാ നടന്മാരെ കുട്ടികൾ ആരാധിക്കുന്നത്? എല്ലാവർക്കും കാരണം അറിയാം. അത് പലപ്പോഴും അവരുടെ അഭിനയ മികവിനെയോ അല്ലെങ്കിൽ അവർ അഭിനയിച്ച് ഫലിപ്പിച്ച ചില കഥാപാത്രങ്ങളുണ്ട്, അതൊക്കെയാണ് ആ നടന്മാരോടുള്ള ഒരു ആരാധനയിലേക്ക് ഈ കുട്ടികളെ നയിക്കുന്നത്. ഇനി കായിക രംഗത്ത് പല സ്പോർട്സ് താരങ്ങളെയും കുട്ടികൾ ആരാധിക്കാറുണ്ട്. അതും ആ കുട്ടികൾക്ക് താല്പര്യമുള്ള ഒരു ഗെയിമിൽ ഏറ്റവും പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ആ വ്യക്തിയിലേക്കുള്ള ആരാധന വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ തീവ്രവാദികളെ ഈ കുട്ടികൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ആരാധനമൂർത്തിയായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? കൃത്യമാണ്, അവരുടെ ഉള്ളിൽ ഉള്ള ഒരു ആശയം, അതല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മസ്തിഷ്കത്തിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ട ഒരു ആശയമുണ്ട്. അതൊരു തീവ്രവാദ ആശയമാണ്. ആ തീവ്രവാദത്തിന്റെ ഏറ്റവും അഗ്രഗണ്യരായ നേതാക്കന്മാരെ അവർ ആരാധിക്കുന്നു. ഇതാണ് അതിന്റെ ചുരുക്കം. അതായത് ഇത് തീവ്രവാദികളോടുള്ള ആരാധനയാണ്. ഏത് തീവ്രവാദികളോട്? ലോകത്ത് പല തീവ്രവാദികളുണ്ടല്ലോ, വേറെ തീവ്രവാദികളുടെ പടങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഇത് മതതീവ്രവാദികളുടെ, ഭീകരന്മാരായ മതതീവ്രവാദികളോടുള്ള ആരാധനയാണ്. അപ്പോൾ അതിന്റെ പുറകിലേക്ക് പോകുമ്പോൾ ഈ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കുട്ടികളാണ് ഇനി കേരളത്തെ ഭരിക്കാനിരിക്കുന്നതും ഇനി കേരളത്തെ നിയന്ത്രിക്കാനിരിക്കുന്നതും ഈ കുട്ടികളാണ്. ഈ കുട്ടികളുടെ തലയിലാണ് ഈ ആശയം ഇരിക്കുന്നത്. ആ ആശയത്തിന്റെ ബഹിർസ്ഫുരണമാണ് ഈ ആനപ്പുറത്തേറുന്ന തെളമ്പിലുള്ളത്. ഇതേ കുട്ടികളുടെ അതേ സ്വഭാവം തന്നെയാണ് പാലസ്തീനിലെ കുട്ടികളും കാണിക്കുന്നത്. അവരുടെ കയ്യിലുണ്ട് തോക്ക്, അവർ യുദ്ധത്തിനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അത് കുട്ടികളുടെ കുഴപ്പമായിരുന്നോ? അല്ല, ആ കുട്ടികൾ ആയിരിക്കുന്ന പ്രദേശത്തെ ജനതയുടെ കുഴപ്പമായിരുന്നു. അവിടെയുള്ള ഹമാസും അവിടെയുള്ള ജനവും തങ്ങളുടെ കുട്ടികളെ തീവ്രവാദത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ പണി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, എനിക്ക് പാലസ്തീനെ റീബിൽഡ് ചെയ്യണമെങ്കിൽ പാലസ്തീനിലുള്ള തീവ്രവാദികളെ മാത്രമല്ല അവിടെയുള്ള ജനത്തെ എനിക്ക് പൂർണ്ണമായിട്ടും മാറ്റേണ്ടി വരും എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? റോബിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാസ റാഡിക്കലൈസ് ചെയ്ത് കഴിഞ്ഞു. റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു സ്ഥലത്തെ ജനത്തെ ഡീറാഡിക്കലൈസ് ചെയ്യാനുള്ള പണിയാണ് ട്രംപ് പറഞ്ഞത്. ഇതേ പണി ഇവിടെ നമ്മുടെ നാട്ടിലും ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം ചിന്താഗതിക്കാരെ പുറത്താക്കിയില്ലെങ്കിലും അവരെ ഡീറാഡിക്കലൈസേഷൻ ചെയ്യണം. അതിനു പകരം ഇവിടെ ഹമാസിനെ ആരാധിക്കുന്ന ഇടതും വലുതും അവരെന്തുകൊണ്ടാണ് ഹമാസിന് വാഴ്ത്തുപാട്ട് പാടുന്നത്? ഇടതുകാരും വലതുകാരിലും എല്ലാ മതസ്ഥരുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് എന്തുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്നു? അവർക്കറിയാം ഞങ്ങൾ എന്ത് ചെയ്താലാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടുക. അപ്പൊ അതിന്റെ പിന്നിൽ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ജനം, അവർ അതിൽ സന്തോഷിക്കുന്നു. അതായത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ തീവ്രവാദ മനസ്സുള്ളവർ അതിൽ സന്തോഷിക്കുന്നു, അവരുടെ വോട്ട് ഞങ്ങൾക്ക് വരണം. ഇതാണ് അവരുടെ പോളിസി. ഈ പോളിസിയാണ് കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും തീവ്രവാദികൾ അഴിഞ്ഞാടിയിട്ടും ലോകത്ത് വേറൊരു മുസ്ലിം രാജ്യത്ത് പോലും, ഇന്ത്യയിൽ ഒരിടത്തും ഇത്തരം പ്രകടനങ്ങൾ കാണാൻ സാധിക്കുകയില്ല. ഖാലിദ് മഷാലിനെ പോലെയുള്ള ഒരു വ്യക്തി ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റിയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ ആ മീറ്റിംഗിൽ പങ്കെടുത്തവരെ നോക്കുക, അതിൽ കുട്ടികളുണ്ട്.
അതിൽ യുവജനങ്ങളുണ്ട്, പ്രായമായവരുണ്ട്. ഒരു സമൂഹം പൂർണ്ണമായിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമല്ല അതിൽ പങ്കെടുത്തത്. അതല്ലെങ്കിൽ പാലസ്തീന് അനുകൂലമെന്ന നിലയിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ അണിനിരുന്നത് എല്ലാവരും മുസ്ലിം ലീഗുകാർ മാത്രമല്ല, ഇവിടെയുള്ള ഏതെങ്കിലും സംഘടനയുള്ളതോ തീവ്ര സംഘടനയുള്ളവർ മാത്രമല്ല. ഇവിടുത്തെ ഒരു കൂട്ടം ജനം, അവർ തീവ്രവാദത്തെ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല, ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് ഇതിന്റെ അപകടം ഇരിക്കുന്നത്. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, റോബിൻ സൂചിപ്പിച്ചതാണ്, ഇസ്രായേൽ അന്ന് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? 501 ദിവസമായി ഇസ്രായേൽ ഗാസയെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വരുന്നത്. ഈ 501 ദിവസം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ 501 ദിവസം മുമ്പാണ് ഹമാസ് തീവ്രവാദികളെ ഇസ്രായേലിലെ നിരപരാധികളായ ഗ്രാമീണരായ 1200 പേരെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ അവർ നടത്തിയത്. അതിൽ തീർന്നില്ല, 251 പേരെ തടവുകാരായിട്ട് കൊണ്ടുപോയി. ഇനി ഇസ്രായേൽ കൈയും കെട്ടി നോക്കിയിരിക്കണമായിരുന്നു. ഇസ്രായേൽ എന്നല്ല, ലോകത്തെ ഏത് രാജ്യമാണെങ്കിലും ചെയ്യുന്ന തിരിച്ചടി തന്നെയാണ് ഇസ്രായേലും ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഹമാസന്മാർ ചെയ്ത പണിയാണ്. അവർ ആ ജനത്തിന്റെ ഉള്ളിൽ പോയി ഇരുന്നതുകൊണ്ടും, റോബിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രികളിലും സ്കൂളുകളിലെല്ലാം ഇവർ ഒളിച്ചിരുന്നുകൊണ്ട് ഇവരുടെ ആയുധങ്ങൾ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചതുകൊണ്ടുമാണ് ഇത്രയും അധികം ജനം അവിടെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. കാരണം ഹമാസ് മാത്രം. ഇസ്രായേലിൽ വന്ന, ഗാസയിൽ വന്ന എല്ലാ ദുരിതത്തിന്റെയും കാരണം ഹമാസ് പേർന്ന ഐഡിയോളജി. ആ ഐഡിയോളജി ഇവിടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ ഐഡിയോളജി ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ മേലും വരും. ഇന്നല്ലെങ്കിൽ നാളെ ഒക്ടോബർ 7 എന്ന് വേണമെങ്കിലും ഇവിടെയും ആവർത്തിക്കപ്പെടാം. ഓക്കെ, അത് കറക്റ്റാണ്. അവസാനമായിട്ട് 1-2 കാര്യം കൂടി പറയാനുള്ളത്. നമ്മൾ ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഹമാസിനോടുള്ളൊരു നിലപാട് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ ഹമാസിനെ ഒരു സന്നദ്ധ സംഘടനയായിട്ട് ഇവർ പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിലാണ് ഇവരുടെ ഒരു വാഴ്ത്തുപാട്ട് അല്ലെങ്കിൽ ഹമാസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തൃത്താല സംഭവത്തെ അത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. വളരെ കൃത്യമായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് ഇതിന് ഒത്താശ ചെയ്തത്, എങ്ങനെയാണ് ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഇവർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത്, നിരപരാധികളെ പിച്ചു ചീന്തിയ ഈ ഭീകരന്മാരെ ഈ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ യുവ മനസ്സുകൾ രൂപാന്തരപ്പെട്ടത്, ആരാണ് ഇവർക്ക് ഫണ്ട് ചെയ്തത് എന്നതിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായും പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തൃത്താലയുടെ മുൻ MLA അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതുകൂടി പരാമർശിച്ചെങ്കിൽ മാത്രമാണ് ഈ ഒരു ചർച്ച പൂർണ്ണമാവുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് ഇതൊരു തൃത്താല ഫെസ്റ്റാണ്, ഒരു നാടിൻ്റെ ആഘോഷമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നാടിൻ്റെ ഫെസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങായിക്കോട്ടെ. പക്ഷെ എന്ത് തന്നെയായാലും അവിടെ നടന്ന കാര്യം വളരെ അപലപിക്കപ്പെടേണ്ട കാര്യമാണ്, വിമർശിക്കപ്പെടേണ്ട കാര്യമാണ് എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ അവകാശവാദം നമ്മൾ മുഖവിലേക്ക് എടുത്താൽ തന്നെ ഇനി നാടിൻ്റെ ഫെസ്റ്റ് ആയിക്കോട്ടെ, നാടിൻ്റെ ഫെസ്റ്റ് എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന വലിയൊരു ആഘോഷമാണ്, ഉത്സവമാണ്. ആ ഉത്സവത്തിൽ എങ്ങനെയാണ് ഇതര മതസ്ഥരെ കൊന്നെടുക്കാൻ ആഹ്വാനം ചെയ്തവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അവരെ ആനപ്പുറത്ത് അവരുടെ രൂപങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫാണ്. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ഫലസ്തീൻ ജനതയ്ക്കും അവരുടെ സ്വതന്ത്രാഭിലാഷങ്ങൾക്കും ഒപ്പമാണ് സംഘികളല്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരും. ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം വരുമ്പോൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊപ്പഗണ്ട പലരും പടച്ചുവിടുന്നുണ്ട്. അതായത് പാലസ്തീൻ ഈക്വൽ ടു ഹമാസ് എന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ട. അതായത് ഇന്ത്യയുടെ നിലപാട് ഹമാസിനൊപ്പമാണ്, ഇന്ത്യയുടെ നിലപാട് പാലസ്തീനൊപ്പമാണ്, ഹമാസിനൊപ്പമല്ല എന്നിവർ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും ബോധപൂർവം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുവെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ നിലപാട് പാലസ്തീനൊപ്പമാണ്, പാലസ്തീൻ ഈക്വൽ ടു ഹമാസ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് അദ്ദേഹം പറഞ്ഞത്, ഹമാസ് എന്ന സംഘടനയുടെ നേതാക്കളെ ഗ്ലോറിഫൈ ചെയ്യണോ എന്നത് വേറെ വിഷയമായി ചർച്ച ചെയ്യാവുന്നതാണ്. അവിടെ 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഹമാസ് എന്ന സംഘടന, അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഭീകര എന്നൊരു വാക്ക് ചേർക്കാനോ അല്ലെങ്കിൽ തീവ്ര എന്നൊരു വാക്ക് ചേർക്കാനോ അദ്ദേഹത്തിന് ഒരു നട്ടലില്ലാതെ പോയി എന്ന് പറയേണ്ടി വരുന്നത് വളരെ വിഷമം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അതിനെ ഗ്ലോറിഫൈ ചെയ്യണോ എന്നത് വേറെ വിഷയമായി ചർച്ച ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനൊന്ന് വിമർശിക്കാൻ പോലും അദ്ദേഹം ധൈര്യപ്പെടുന്നില്ല എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം അരുണും റോബിനും ഒക്കെ പറഞ്ഞതുപോലെ നിലവിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തെ നയിക്കുന്നവരുടെ ഒരു ചിന്താഗതിയുടെ ഒരു പ്രതിഫലനമാണ് VT ബൽറാമിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്.
ഈ കൊടും ഭീകര കൃത്യങ്ങൾ ചെയ്ത ഒരു സംഘടനയെ ഭീകര സംഘടന എന്ന് വിളിക്കാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇല്ലാതെ പോയി. ഇനി ആ സംഘടനയെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം, ഹമാസ് ഈക്വൽ ടു പാലസ്തീൻ എന്നൊരു പ്രൊപ്പഗാൻഡ പടച്ചുവിടുന്ന ഒരു സമീപനം, ഇതൊക്കെയാണ് ഈ നാടിന്റെ ഒരു അപജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്ക് വളരെ ദുഃഖത്തോടു കൂടി തന്നെ പറയേണ്ടി വരും. ഒടുവിൽ ഭയപ്പെട്ടത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ. ഭീകരരുടെ ഒരു പട്ടാഭിഷേകം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഇത്രത്തോളം കൊടിയ ക്രൂരതകൾ ചെയ്ത, നിരപരാധികളെ കൊന്നടുക്കിയ, സ്ത്രീകളെ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത ഇസ്മായിൽ ഹനിയെ പോലുള്ള, യഹിയ സിൻവാറിനെ പോലുള്ള, ഹസൻ നസ്രുള്ളയെ പോലെയുള്ള ഹിസ്ബുള്ള, ഹമാസ് ഭീകരന്മാരെ ഇവർക്ക് എങ്ങനെയാണ് ആനപ്പുറത്തേറ്റി ഈ തിടമ്പേറ്റുന്നത് പോലെ ഇവരുടെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തിക്കാട്ടി വാഴ്ത്തുപാട്ട് പാടുവാൻ സാധിക്കുന്നത്, ആരാധന പാടുവാൻ സാധിക്കുന്നത്? അത് നൽകുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയുണ്ട് കേരളം എത്രത്തോളം റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു എന്നത്. ഒപ്പം മറ്റൊരു ഭയാനകമായിട്ടുള്ള ഒരു സത്യം കൂടി പറയേണ്ടി വരും. ഇത്തരത്തിൽ വാഴ്ത്തുപാട്ട് പാടുന്നവരുടെ ഒരു പ്രായം. ഈ കൂട്ടർ തന്നെയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ ഭരണസിര കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലും ഈ നാടിനെ നയിക്കേണ്ട ഒരു തലമുറ. ആ തലമുറ ഇത്തരത്തിൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു ഭാവി എന്താകുമെന്ന കാര്യത്തിൽ വളരെയധികം ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട്, ശക്തമായിട്ടുള്ള ഒരു നടപടിയെടുക്കുവാൻ ഭരണകൂടങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്ന് വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. ഇതൊരു വെറും ഒരു കുട്ടിക്കളിയായി കാണാതെ, കാരണം ഇത്തരത്തിലുള്ള കുട്ടിക്കളികൾ കുറെ നാളുകളായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. ഈ കുട്ടിക്കളികൾ കുറെ കഴിയുമ്പോൾ വലിയ കളികളായി മാറാതിരിക്കണമെങ്കിൽ ആർജവത്വമുള്ള ഒരു നടപടിയിലേക്ക് ഭരണകൂടങ്ങൾ പോകേണ്ടിയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.